إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കിട്ടിയേക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന് പരിശുദ്ധ റമളാനിൽ ഒരാൾ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക, അതിൽ ആരാധനാകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു റമളാനിൽ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ സാധിച്ചാൽ നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ നന്മയുടെ തുലാസിൽ വലിയ തോതിൽ കനം കൂടാൻ റമളാനിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യർ പലവിധ ചിന്തകളിലൂടെയാണ് ആ റമളാനിനെ സ്വീകരിക്കാറുള്ളത്. നമ്മൾ ഏത് മനസ്സോടുകൂടിയാണ് ഈ റമളാനിനെ സ്വീകരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ആത്മീയമായും മാനസികമായും ശാരീരികമായൊക്കെ പരിശുദ്ധ റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി റമളാനിനെ ആഗ്രഹിച്ചും റമളാനിൻ്റെ ദിവസങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്ലാൻ ചെയ്തുമൊക്കെ ഈ റമളാനിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും നന്നായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നു മാത്രമല്ല, ഈ റമളാനിൽ കിട്ടിയൊരു ഊർജം പിന്നീട് 11 മാസങ്ങളിലേക്ക് കടന്നു പോകാനും അവർക്ക് സാധിക്കും വിധമായിരിക്കും ഈ റമളാനിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക.
രണ്ടാമത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കർമ്മങ്ങളൊക്കെ അവരുടെ മനസ്സിലെപ്പോഴും ഒരു ഭാരമായി തോന്നാനും സാധ്യതയുണ്ട്. ഇനി രാവിലെ എണീക്കണമല്ലോ, അത്താഴത്തിനൊക്കെ എണീക്കണമല്ലോ, അല്ലെങ്കിൽ തറാവീഹ് ദീർഘമായി നിസ്കരിക്കണമല്ലോ, ഒരു പകല് മുഴുവനും ദാഹം സഹിച്ച് വിശപ്പ് സഹിച്ച് വെയിൽ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയണമല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഒരു ഭാരത്തോടു കൂടി അതൊരു ചടങ്ങായി എല്ലാവരും നിർവഹിക്കുന്നു. അതുകൊണ്ട് നിർവഹിക്കാതിരിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച് റമദാനിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ടാവും. അവരെല്ലാവരെ പോലെ നോമ്പൊക്കെ എടുക്കും, അവരത്താഴത്തിന് എണീക്കും. പക്ഷെ അവരുടെ മനസ്സിൽ അതൊരു ഭാരമായി, ഒരു ചടങ്ങായി കൂട്ടത്തിൽ ഇങ്ങനെ നിർവഹിച്ചു പോകുന്നൊരവസ്ഥാവിശേഷമുണ്ടാകും. മൂന്നാമത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ നന്മയെ തീരെ പരിഗണിക്കാത്ത ആളുകളായിരിക്കും. അവർക്ക് റമദാൻ മാസം വന്നാലും മറ്റു ഇതര മാസങ്ങൾ വന്നാലും തീർത്തും ഭൗതികമായി എങ്ങനെയാണ് ലാഭമുണ്ടാക്കുക എന്ന് വിചാരിച്ച് റമദാനിനെ കാണുന്ന ആളുകളുണ്ടാകും. വസ്ത്രങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടുന്നൊരു സമയമാണ്, ഫ്രൂട്ട്സ് നന്നായി കച്ചവടം ചെയ്യപ്പെടുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ മറ്റു ഇതര ബിസിനസ്സുകൾക്ക് സാധ്യതയുള്ളൊരു സമയമാണ് പരിശുദ്ധ റമദാൻ. അതെങ്ങനെയാണ് ഭൗതികമായി എനിക്ക് ലാഭമുണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് റമദാനിനെ സ്വീകരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ചിന്തയോടുകൂടിയാണ് ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പവിത്രമാക്കി തന്ന ഒരു പരിശുദ്ധ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ പ്രത്യേകത നോമ്പ് എന്ന് പറയുന്ന ഒരു ആരാധനാകർമ്മം ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ മാസത്തിന് പവിത്രത ഉണ്ടായത്. നോമ്പെന്ന് പറയുന്നൊരു ആരാധനാകർമ്മം ഈ മാസത്തിലില്ലെങ്കിലും പരിശുദ്ധ റമദാനിനൊരു പ്രത്യേകതയുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട്, അതിനൊരു മഹത്വമുണ്ട്. നോമ്പെന്ന് പറയുന്നൊരു ആരാധനാകർമ്മത്തിന് വേറെ നിലക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അതിന് വലിയ പവിത്രതകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റമദാനും നോമ്പും രണ്ടും വേറിട്ട് നിൽക്കുമ്പോൾ തന്നെ പവിത്രമായ രണ്ടു കാര്യങ്ങളാണ്. ഈ രണ്ടു കാര്യങ്ങൾ സംഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന റമദാനിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുമ്പോൾ റമദാനിനും പ്രത്യേകതയുണ്ട്, അതിലുള്ള നോമ്പിനും പ്രത്യേകതയുണ്ട്. കാരണം റമദാൻ എന്ന മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഗ്രന്ഥമിറക്കിയ മാസമാണ്. ഇത് ഖുർആനിൻ്റെയും കൂടി മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ അല്ലാഹു തിരഞ്ഞെടുത്ത എല്ലാ മാസങ്ങളും പവിത്രമാണ്. അതിൻ്റെ ഭൂമി പവിത്രമാണ്, മക്കയും മദീനയുമാണ്. ഏറ്റവും നല്ല മനുഷ്യരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. സ്വഹാബത്തിലേക്കാണ്, പ്രവാചകൻ്റെ ഹൃദയത്തിലേക്കാണ് ഖുർആൻ ഇറക്കി കൊടുത്തിട്ടുള്ളത്. അത് സ്വീകരിച്ച മനുഷ്യരൊക്കെ പവിത്രമാണ്. അതുകൊണ്ട് തന്നെ അത് ഇറക്കിക്കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ്. അത് ഇറങ്ങിയ മാസം, അത് ഇറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസം ഏറ്റവും പവിത്രമായ മാസമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഏറ്റവും ഉത്തമരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഉത്തമരായ മനുഷ്യരത് പഠിക്കുകയുള്ളൂ, അത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ തിരഞ്ഞെടുത്തൊരു മാസമാണ് എന്നല്ല, മറ്റു ഇതര വേദഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയതും ഈ മാസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറക്കിക്കൊടുത്ത ഏടുകളൊക്കെ ഇറങ്ങിയത് പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ രാത്രിയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തൗറാത്തും ഇഞ്ചീലും സബൂറും അടക്കമുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലാണ് ഇറക്കിയിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിക്ക് മനസ്സിലാകും റമദാൻ എത്രമാത്രം പ്രത്യേകതയുണ്ട്. കാരണം എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറങ്ങാൻ മാരടം കാണിച്ചു കൊടുത്ത ഈ മാസത്തിന് എത്രമേൽ പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ദഖല റമദാൻ, റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലക്കെ തുറന്നു വെക്കും. വ ഹുല്ലിക്കത്ത് അബ്വാബു ജഹന്നം, നരകത്തിൻ്റെ കവാടങ്ങളൊക്കെ പാടെ അടച്ചു കളയും. വ സുൽസിലത്തി ഷയാത്തീൻ, ശൈത്താന്മാരെ ചങ്ങലകളിൽ ബന്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കുകയാണ്, നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവൻ അടച്ചു കളയുന്നു, ശൈത്താന്മാരെ പൂർണ്ണമായി ബന്ധിക്കുന്നൊരു മാസം. നിങ്ങൾ നോക്കൂ, എല്ലാ നന്മകൾക്കും ഇവിടെ സാധ്യതയുണ്ട്, എല്ലാ തിന്മകളുടെയും പ്രേരകങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യർക്ക് തിന്മ ചെയ്യാനുള്ള സാധ്യതകളെല്ലാം അല്ലാഹു അടച്ചു കളഞ്ഞിരിക്കുന്നു. നന്മകൾക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ തുറന്നു വന്നിരിക്കുന്നു. എന്നിട്ടും ഒരാൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഒരാൾക്ക് തിന്മ ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ
അയാളുടെ മനസ്സ് അത്രമേൽ കറുത്തുപോയിട്ടുണ്ട്, അയാളുടെ ഹൃദയത്തിൽ അത്രയും ഇച്ഛകൾ ബാക്കിയുണ്ട് എന്നയാൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രത്യേകതകൾ ഈ റമദാനിനെ കുറിച്ച് പഠിപ്പിച്ചല്ലോ. ലൈലത്തുൽ ഖദർ നിൽക്കുന്ന രാത്രിയാണ്, ആ രാത്രി നിലകൊള്ളുന്നത് ഈ റമദാൻ മാസത്തിലാണ്. ആ രാത്രിയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ. ആ ഒരൊറ്റ ദിവസം മതി, അത് 1000 മാസങ്ങളെക്കാളും പവിത്രമാണ് ആ രാത്രി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിലാണ് വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ റമദാൻ എന്ന് പറയുന്നൊരു മാസം എന്നല്ല, മറ്റ് ഇതര ദിവസങ്ങളിൽ ഒരാൾ നോമ്പെടുത്താൽ തന്നെ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം റമദാൻ മാസത്തിൽ ഏറ്റവും പ്രധാനമായൊരു കർമ്മം, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നൊരു കർമ്മം നോമ്പെടുക്കുക എന്നുള്ളതാണ്. ആ നോമ്പെടുക്കുക എന്ന കർമ്മം, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹു അനിന്നാരി 70 ഖരീഫ. ആരെങ്കിലും റമദാൻ മാസത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റിക്കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നോമ്പെടുത്താൽ, ഒരു പകല് മുഴുവൻ വൈകുന്നേരം വരെ ഒരാൾ ദാഹം സഹിച്ച് വെള്ളം കുടിക്കാതെ അദ്ദേഹത്തിൻ്റെ പട്ടിണി സഹിച്ച് ഇച്ഛകൾ അടക്കി പിടിച്ചൊരു മനുഷ്യൻ ഒരു പകലങ്ങ് കഴിച്ചു കൂട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും 70 വർഷം ദൂരം സഞ്ചരിക്കാൻ എത്രയുണ്ടോ അത്രയും ദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നീക്കിക്കളയുന്നു. ഇത് സാധാരണഗതിയിൽ നോമ്പെടുത്താൽ കിട്ടുന്നൊരു പ്രതിഫലമാണ്. ഇത് പരിശുദ്ധ റമദാനിലെടുത്താൽ എങ്ങനെയായിരിക്കും? കാരണം സുന്നത്ത് നോമ്പിനേക്കാളും പവിത്രമാണ് പരിശുദ്ധ റമദാനിലെ ഫർളായ നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പിൽ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അയാൾക്ക് പ്രതിഫലം ഉണ്ടായിരിക്കും എന്നീ അവസരത്തിൽ ആലോചിക്കണം. കാരണം നമ്മളൊക്കെ നോമ്പെടുക്കും, നിർബന്ധമായി നോമ്പെടുക്കും. പക്ഷെ ഇതൊരു ചടങ്ങായി നിർവഹിച്ചുകൂടാ എന്നതാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. എല്ലാവരും നിർവഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിർവഹിക്കണമല്ലോ, വീട്ടിൽ ഭക്ഷണം കിട്ടൂല, നാട്ടുകിറങ്ങിയാൽ ഭക്ഷണം കിട്ടൂല, അതുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകളാവരുത്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചും ഈ പ്രതിഫലം വിചാരിച്ചും മനസ്സിൽ റമദാനിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ച് നിയ്യത്ത് ശരിയാക്കിയാണ് നമ്മൾ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും നോമ്പെടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ നോമ്പ് പാഴായിപ്പോകും, അല്ലെങ്കിൽ ആ നോമ്പ് കൊണ്ട് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൗമു ജുന്നത്തുൻ മിനന്നാർ, നോമ്പെന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പരിചയമാണ്. നിങ്ങൾക്കൊരു പരിചയമായിരിക്കും നാളെ പരലോകത്ത്. നരകത്തിൻ്റെ ചൂടേറിയ നരകാഗ്നിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതൊരു എളുപ്പ വഴിയായിരിക്കും നിങ്ങൾ നോമ്പെടുക്കുക എന്നുള്ളത്. ഏതുപോലെയായിരിക്കും? കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാൽ, ഒരു മനുഷ്യന് യുദ്ധത്തിൽ തൻ്റെ വെട്ടേൽക്കാതിരിക്കാൻ അയാൾ കൊണ്ടു നടക്കുന്ന ഒരു പരിചയപ്പോലെ അയാൾക്ക് നാളെ പരലോകത്ത് നരകത്തിൻ്റെ ചൂടേറിയ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് നോമ്പ് കാരണമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദമ യുദാഅഫ്, എല്ലാ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയും നന്മകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇരട്ടിച്ചു കൊടുക്കും. ഏതുപോലെ? അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു മനുഷ്യന് ഒരു നന്മ പ്രവർത്തിച്ചാൽ 10 ഇരട്ടിയായി പ്രതിഫലം കൊടുക്കും. എന്ന് പറഞ്ഞാൽ 1 രൂപയാണ് നിങ്ങൾ സ്വതക്ക ചെയ്തതെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ 10 രൂപ സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ഈ ഉമ്മത്തിന് കിട്ടിയ പ്രത്യേകതയാണ്. മറ്റു ഇതര സമുദായങ്ങൾക്ക് കിട്ടാത്ത പ്രവാചകന്റെ ഉമ്മത്തിന് കൊടുത്ത ഒരു ഔദാര്യമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാ 700 ളൈഫിൻ, ഒരു പക്ഷേ നിങ്ങൾക്ക് 700 ഇരട്ടി വരെ അതിൻ്റെ പ്രതിഫലം കിട്ടിയേക്കാം. കാരണം 1 രൂപ കൊടുത്താൽ നിങ്ങളുടെ ഇഖ്ലാസും നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ സന്ദർഭവും ഒക്കെ പരിഗണിച്ച് ആ നന്മ ഒരു പക്ഷേ 700 രൂപ കൊടുത്തതിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എൻ്റെ പ്രവാചകൻ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഇല്ല സൗം, നോമ്പ് അങ്ങനെയല്ല. ഈ കർമ്മങ്ങളൊക്കെ 700 ഇരട്ടി വരെ പോകുമെങ്കിൽ നോമ്പ് അതുപോലെയല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണ്, ഫഇന്നഹു ലി, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാനാണ് നോമ്പിന് പ്രതിഫലം കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ കാര്യത്തിനും പ്രതിഫലം കൊടുക്കുന്ന അല്ലാഹു തന്നെയാണ്. പക്ഷേ ഇത് അല്ലാഹു ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 700-ൽ നിൽക്കുകയില്ല. ഒരു മനുഷ്യൻ്റെ പ്രതിഫലം അവൻ്റെ ഇഖ്ലാസും അവൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയൊരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല കണക്കില്ലാത്ത പ്രതിഫലം നൽകാൻ സാധ്യതയുള്ള ഒരു അമലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദഉ ശഹവതഹു വ തുആമഹു മിൻ അജ്ലി, അവൻ എനിക്ക് വേണ്ടിയാണ്, അല്ലാഹു പറയാണ് എനിക്ക് വേണ്ടിയാണ് അവൻ ദാഹം സഹിച്ചത്, അവൻ വിശപ്പടക്കി പിടിച്ചത്, അവൻ്റെ ഇച്ഛകളെ നിലർത്തിയത്, അത് എനിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ അവനക്ക് പ്രതിഫലം കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ എനിക്കൊരു പ്രവർത്തനം പഠിപ്പിച്ചു തരും, എനിക്കൊരു അമല് പഠിപ്പിച്ചു തരും. മുർനി ബി അമലിൻ യാ റസൂലല്ലാഹ്, പ്രവാചകൻ എനിക്കൊരു നന്മ പഠിപ്പിച്ചു തരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പെടുക്കണം. ഫഇന്നഹു ലാ ഇദ്ല ലഹു, ആ നോമ്പിന് സമാനമായ മറ്റൊരു കർമ്മമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പിനെപ്പോലൊരു കർമ്മമില്ല, അതുകൊണ്ട് ഇനി നോമ്പെടുക്കണം. അപ്പോൾ ആ സ്വഹാബി വീണ്ടും അത് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ്, നബി എനിക്ക് ഒരു പ്രവർത്തനം കൂടി പറഞ്ഞു തരും. ആ ചോദ്യം കൂടി ആവർത്തിക്കുകയാണ് ആ സ്വഹാബി മറ്റൊരു കർമ്മത്തെക്കുറിച്ച് കിട്ടാൻ വേണ്ടി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ ആവർത്തിച്ചു കൊടുത്തു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു, നീ നോമ്പെടുക്ക്, നോമ്പിനെപ്പോലൊരു കർമ്മമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹദീസിൽ നമ്മൾ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന ഏറ്റവും വലിയ കർമ്മങ്ങളിലൊന്നാണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ റമദാനിൽ നമ്മൾ നോമ്പെടുത്തതാണ്, പിന്നെ ഇതേവരെ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടാവില്ല. പലവിധ സുന്നത്തുകൾ കടന്നുപോയി, തിങ്കളാഴ്ചകൾ കടന്നുപോയി, വ്യാഴാഴ്ചകൾ കടന്നുപോയി. നമുക്ക് പലപ്പോഴും ഭാരമായി തോന്നുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ കുറേ ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ശഅബാൻ മാസം കടന്നു വന്നിട്ടുണ്ട്, അതിന് മുൻപും കുറേ ദിവസങ്ങൾ കടന്നു വന്നു. പക്ഷെ ആ ദിവസങ്ങൾ നോമ്പെടുക്കാതെ ഇനി അടുത്ത റമദാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരുങ്ങാതെയാണ് ഈ റമദാനിലേക്ക് കടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ റമദാനിലേക്ക് കടക്കും മുൻപേ നമ്മുടെ ആരാധനകൾ വർദ്ധിപ്പിച്ച് നമ്മൾ ശാരീരികമായും മാനസികമായും ഒരുങ്ങിയാണ് ഈ റമദാനിനെ സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗ്ഗത്തിൽ 8 കവാടങ്ങളുണ്ട്. ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബ്, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഫീഹാ ബാബുൻ യുസമ്മർ റയ്യാൻ, സ്വർഗ്ഗത്തിൽ ഒരു കവാടത്തിൻ്റെ പേര് അർ-റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പ് ധാരാളം എടുത്ത മനുഷ്യരായിരിക്കും. അത് റമദാനിൽ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലടക്കം നോമ്പുകൾ വർദ്ധിപ്പിച്ച മനുഷ്യരായിരിക്കും അതിലൂടെ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നോമ്പെന്ന് പറയുന്ന ആരാധനാകർമ്മം റമദാനും കൂടിച്ചേരുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു, മൻ സോമ യൗമൻ മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്താൽ മറ്റു ഇതര ദിവസത്തിൽ നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം പ്രവാചകൻ പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ റമദാനിൽ ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാനുള്ളത് കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. റമദാനിലെ നോമ്പ് എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്ന ഒരു പ്രതിഫലാർഹമായ, അയാളുടെ ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിനെ പേടിച്ച് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുന്ന ഒരു നോമ്പിന് നിങ്ങളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ അത് കാരണമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് ഒരു സ്വഹാബി ഒരു സ്വപ്നം കണ്ട് പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ 2 ആളുകൾ മുസ്ലിമായി നബിയുടെ അടുക്കൽ വന്നിട്ട്, എന്നിട്ട് ഒരു വ്യക്തി അതിൽ ഷഹീദായി രക്തസാക്ഷ്യം വഹിച്ച് യുദ്ധത്തിൽ അടരാടി രക്തം വാർന്ന് മരണപ്പെട്ടു പോയി. കാരണം ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ടു പോകാൻ വലിയ കാര്യമാണ്. അയാൾ മരണത്തെ പേടിക്കാതെ ആ യുദ്ധക്കളത്തിൽ രക്തം ചൊരിഞ്ഞ് മരണപ്പെട്ടു പോയൊരു വ്യക്തി, അയാൾ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാളും മുൻപേ പിറ്റേ വർഷം കൂടി ജീവിച്ച ഒരു സാധാരണ മരണം സംഭവിച്ച ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. നബിയോട് വന്നിട്ട് ചോദിക്കണം അത്ഭുതത്തിൽ, നബിയെ, ആ രക്തസാക്ഷിയായ മനുഷ്യനല്ലേ നബിയെ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്? മറ്റേ വ്യക്തി സാധാരണ മരണമാണല്ലോ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിക്കുന്നത്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, അദ്ദേഹം 1 വർഷം അധികം ജീവിച്ചില്ലേ? അദ്റക റമളാന ഫസ്വാമഹു, റമളാനിൽ അയാൾ പങ്കെടുത്തില്ലേ? അയാൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ലേ? പിന്നെ ഈ ചോദ്യത്തിൽ എന്താ അർത്ഥമാണുള്ളത്? അതിലൊരു പ്രസക്തി ഇല്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്. കാരണം 1 വർഷം ജീവിച്ചാൽ നിങ്ങൾക്ക് റമളാൻ അധികം കിട്ടുന്നുണ്ട്. റമളാൻ അധികം കിട്ടി, അതിൽ നോമ്പെടുത്ത് ആരാധന നിർവഹിച്ചാൽ ഒരു ഷഹീദിനേക്കാൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വലിയ പാഠം നൽകുക. നിങ്ങൾ നോക്കൂ, നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇത് മനസ്സിൽ വെച്ചാണോ കടക്കുന്നത്? നമ്മുടെ ആരാധനകൾ ഇത്രമേൽ വർദ്ധിപ്പിക്കാൻ മാത്രം നമ്മൾ ഒരുങ്ങിയാണോ ഈ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമളാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ റമളാൻ കഴിഞ്ഞു പോയിട്ടും എല്ലാ അർത്ഥത്തിലും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒരുങ്ങിയിട്ടും നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാതാണ് ഈ റമളാൻ കടന്നു പോകുന്നതെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളായിരിക്കും. കാരണം പ്രവാചകൻ മിമ്പറിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ പ്രവാചകൻ ആമീൻ 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 പറഞ്ഞിട്ടാണ് കയറുന്നത്. പതിവിന് വിരുദ്ധമായി എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ പറഞ്ഞത് എന്നറിയാൻ സ്വഹാബത്തിന് കൗതുകമുണ്ട്. പ്രവാചകൻ ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബി, എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്? സാധാരണ പറയാറില്ലല്ലോ, ഇപ്പോൾ എന്തിനാണ് 3 തവണ ആമീൻ പറഞ്ഞത്? ആരെവിടെ പ്രാർത്ഥിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. എന്നിട്ട് ജിബ്രീൽ 3 പ്രാർത്ഥനകൾ നിർവഹിച്ചു. ആ പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷം എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ആ പ്രാർത്ഥന? റഗിമ അൻഫും ബിഇൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു, ഒരു മനുഷ്യൻ റമളാനിൽ ജീവിച്ചു, എന്നിട്ടും അയാൾക്ക് റമളാൻ കഴിഞ്ഞു പോയിട്ടും അയാളുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാൻ അയാൾക്ക് സാധിച്ചില്ല എങ്കിൽ, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ഈ റമളാൻ കഴിഞ്ഞു പോകുന്നതെങ്കിൽ അയാൾക്ക് നാശമുണ്ടാകട്ടെ, അയാൾ മുഖം കുത്തി വീഴട്ടെ എന്ന് ജിബ്രീൽ വന്ന് എൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഏറ്റവും മഹത്തരമായൊരു പ്രാർത്ഥന ജിബ്രീൽ പ്രാർത്ഥിക്കുന്നു പ്രവാചകന്. ആ പ്രാർത്ഥനയുടെ വലുപ്പം നോക്കൂ നിങ്ങൾ. ഏറ്റവും നല്ലൊരു മലക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു, സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠനായൊരു വ്യക്തി നിന്ന് ആമീൻ പറയുന്നു. ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു റമളാൻ കിട്ടിയാൽ എല്ലാ അർത്ഥത്തിലും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനേ ചാൻസ് ഉള്ളൂ.
അങ്ങനെ അതിന് സാധിക്കില്ല. റമദാൻ നോമ്പെടുത്തു, ഒരാൾ ആരാധന നിർവഹിച്ചു, രാത്രി നിസ്കാരം നിർവഹിച്ചു, തൗബ ചെയ്ത് ദിക്ർ ചെയ്ത്, ഒരാൾ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞു പോയാൽ പാപങ്ങൾ പൊറുക്കാനേ വഴിയുള്ളൂ. എന്നിട്ടും പൊറുക്കുന്നില്ലെങ്കിൽ അയാൾ കാര്യമായ എന്തോ ഒരു അബദ്ധം അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അയാൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ പരിശുദ്ധ റമദാനിലേക്ക് കടക്കുമ്പോൾ ഇത്തരം ചിന്തകളിലൂടെയാണോ നമ്മൾ ഈ റമദാനിലേക്ക് കടക്കുന്നത് എന്ന് ആലോചിക്കുക. നമ്മൾ ആരാധനകൾ കൃത്യമായി വർദ്ധിപ്പിച്ചാണ്, ഇതിന് സമയങ്ങൾ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ റമദാനിലേക്ക് കടക്കേണ്ടത്. നമ്മളിതിൻ്റെ ആരാധനകൾ വെറുതെ സമയം ഓരോ മൊബൈലുകൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ വിശ്രമിച്ച് നമ്മൾ സമയം പാഴാക്കിയും റമദാനിൻ്റെ പകലുകൾ കളയാതിരിക്കുക, രാത്രികൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഹറാമുകൾ ഏതായിരുന്നാലും നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ല. ഹലാലുകൾ കുറക്കണം എന്ന് ഞാൻ പറയും. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഹലാലുകൾ കുറക്കണം. വെറുതെ മൊബൈൽ ഉപയോഗിക്കുക, നമ്മൾ വെറുതെ വിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ വെറുതെ അങ്ങാടിയിൽ പോയി വർത്തമാനം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഹലാലുകൾ പരമാവധി കുറച്ച് നമ്മൾ ആരാധനകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് എന്ന ചിന്ത ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകണം. ഇല്ല എങ്കിൽ നമുക്ക് ഈ റമദാൻ നഷ്ടമാകും എന്ന് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസരത്തിൽ ഞാൻ എങ്ങനെയാണ് റമദാനിനെ ഉപയോഗിക്കുക, എന്തെല്ലാം നന്മകളായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക, എനിക്ക് എത്ര കണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയമുണ്ടാകും, ഞാൻ എത്ര ഖത്തമുകളാണ് ഓതി തീർക്കാൻ വിചാരിക്കുന്നത് എന്ന് തുടങ്ങി ഓരോ നന്മകളെക്കുറിച്ചും കൃത്യമായൊരു ആലോചനയും ശ്രദ്ധയും ഈ അവസരത്തിൽ ഉണ്ടാകാതെയാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമ്മുടെ കുറേ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും റമദാൻ നമുക്ക് ഉപകരിക്കാതെ പോകാനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. സാധാരണഗതിയിൽ ഒരു വിശുദ്ധ ഖുർആൻ ഒരു പേജ് മറിച്ച് വെച്ച് ഒരാൾ ഓതിയാൽ ഒരക്ഷരത്തിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് 30 പ്രതിഫലമുണ്ട്. അലിഫിന് 10 കിട്ടും, ലാം ഉച്ചരിച്ചാൽ 10 പ്രതിഫലം കിട്ടും, മീം ഉച്ചരിച്ചാൽ 10 പ്രതിഫലം കിട്ടും. വേറെ ഒരു ഗ്രന്ഥത്തിനും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് പാരായണം ചെയ്ത്, നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ തുറന്നു വെച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്താൽ അതിൽ എത്ര അക്ഷരങ്ങളുണ്ടാകും? അതിൽ 10 അക്ഷരങ്ങളെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 പ്രതിഫലം കിട്ടുന്നു. ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരാൾ ഓതിയാൽ അയാൾക്ക് 100 പ്രതിഫലം കിട്ടും. സൂറത്തുൽ ഫാത്തിഹ മുഴുവനായി ഓതിയാൽ അതിൽ എത്ര അക്ഷരങ്ങളുണ്ടാവും? അതിൽ ചുരുങ്ങിയ 100-ലേറെ അക്ഷരങ്ങൾ എങ്ങനെ പോയാലും ഉണ്ട്. 100 അക്ഷരം ഉണ്ടെന്ന് കൂട്ടുക, 100 × 10 1000 പ്രതിഫലം കിട്ടുമെന്ന് അർത്ഥം. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾക്കൊരു 1000 രൂപ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തവണ സൂറത്തുൽ ഫാത്തിഹ ഓതും? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ നിങ്ങൾ എത്ര അക്ഷരം അതിലുണ്ടോ അതിനെ 10ആയി ഗുണിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രതിഫലം നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഈ ദിവസങ്ങളിൽ സമയം കളയാതെ നമ്മൾ ഓതി തീർക്കുക എന്നുള്ളതാണ്. മുൻഗാമികളായ പണ്ഡിതന്മാരെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അവർ ഖുർആനുമായി കെട്ടിമറിയാണ്. അവർ ഖുർആനിലായിരുന്നു സമയം കളഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഒരു ഖത്തമുകൾ ഓതി തീർക്കുന്ന മനുഷ്യർ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഖത്തം ഓതി തീർക്കും, ഒറ്റ ദിവസം കൊണ്ട് എന്നല്ല. ഇമാം ഷാഫി റഹിമുള്ളാഹിയുടെ ചരിത്രം നോക്കിയാൽ അദ്ദേഹം ഒരൊറ്റ ദിവസം കടന്നു പോകുമ്പോൾ 2 ഖത്തമുകൾ ഓതി തീർത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇത് സംഭവ്യമാണോ എന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും. ഇത് സംഭവ്യമാണ്. ഇത് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അവർ ഇഫ്ള് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവർ സുബഹിക്ക് പാരായണം ചെയ്ത് അവർ ഏകദേശം 10 മണി 11 മണി ആകുമ്പോൾ സമയം കൊണ്ട് 30 ദിവസം ഓതി തീർക്കുന്ന കുട്ടികൾ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. അവർ കാണാതെ പഠിച്ച് ഓതി ശീലമായി അവർ ഫുള്ള് ഒറ്റ ഇരിപ്പിലിരുന്ന് ഓതി തീർക്കും. അവർക്കത് കഴിയുന്നുണ്ടെങ്കിൽ എത്രയോ തവണ ഓതിപ്പടിച്ച മുൻഗാമികൾ അവരുടെ സമയത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും അവരുടെ ജീവിതത്തിലെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത തൗഫീഖ് കൊണ്ടും ഒക്കെ അവർ ഹാഫിളുകളാണ്. അവർ മുഴുവൻ സമയം ഇതിൻ്റെ പിന്നാലെ ഓതി അവർക്ക് തീർക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, നമ്മൾ അത്രയൊന്നും കഴിയുന്നില്ലെങ്കിലും നമ്മൾ ഈ റമദാൻ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമുക്ക് എത്ര ഖത്തമുകൾ ഓതി തീർക്കാൻ കഴിയും, നമ്മൾ ഏതൊക്കെ സമയങ്ങളിൽ ഓതും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ദിക്റുകൾ അത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു കർമ്മമാണ്. ഈ റമദാനോട് കൂടുതൽ ട്രാക്കിലായി വരേണ്ടതുണ്ട്. നമ്മൾ ഒറ്റ ജമാഅത്ത് പോലും ഈ റമദാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് വാശി പിടിക്കേണ്ടതുണ്ട്. ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയില്ല എന്നല്ല,
ഒരൊറ്റ ജമാഅത്ത് പോലും മസ്ബൂക്കായി അതിൽ ഒരു റക്അത്ത് പോലും വൈകാതെ ഞാൻ ഈ ജമാഅത്തിലേക്ക് 30 ദിവസങ്ങളിലെ 5 വക്ത് നിസ്കാരം ഞാൻ കയറിയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കണം. ഈ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് നമ്മൾ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ 30 ദിവസങ്ങളും അങ്ങനെ നിർവഹിക്കാനും പിന്നീടുള്ള 11 മാസങ്ങളിൽ കൃത്യത വരുത്താൻ നമുക്ക് സാധിക്കും. അതിൽ ഒരു റക്അത്ത് പോലും ഞാൻ മുടങ്ങാതെ അതിൽ വൈകാതെ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ പള്ളിയിൽ സൊഫിലുണ്ടായിരിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ റമളാനിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ സകല ആരാധനകളിലും ഒരു ശ്രദ്ധ ചെലുത്തിയും പരമാവധി റമളാൻ ഉപയോഗിച്ചുമാണ് റമളാൻ കഴിഞ്ഞു പോകേണ്ടത്. കാരണം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് സമ്പത്തുകൾ ഒരുക്കി വെച്ച, നിങ്ങളുടെ വിഭവങ്ങൾ ഒരുക്കി വെച്ച ഒരു റൂമിലേക്ക് ഇങ്ങോട്ട് കയറ്റി വിടുകയാണ്. ആ റൂമിൽ കയറി കഴിഞ്ഞാൽ അതിൽ കുറേ സ്വർണ്ണ നാണയങ്ങളുണ്ട്, വെള്ളി നാണയങ്ങളുണ്ട്, എല്ലാ അർത്ഥത്തിലും ആഭരണങ്ങൾ വെച്ചിട്ട് ഒരു 30 പാത്രങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അതിൽ നിന്ന് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് ഒരാൾ നമ്മുടെ റൂമിലേക്ക് വിട്ടാൽ നമ്മൾ ആ സമയം കൊണ്ട് പരമാവധി അതിൽ സമ്പത്ത് ശേഖരിച്ച് അതിൽ നിന്ന് ഇറങ്ങി വരും. നിങ്ങൾ നോക്കൂ, അതല്ല ഒരു മനുഷ്യൻ അവിടെ പോയി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ സുഖമായി ഉറങ്ങുന്നവനായിരിക്കുമോ ബുദ്ധിമാൻ? അതല്ല, അതിൻ്റെ ഓരോ മിനിറ്റുകൾ ഉപയോഗിച്ച് അയാൾ പരമാവധി തൻ്റെ സമ്പത്തുകൾ വാരിക്കൂട്ടുന്നവനായിരിക്കുമോ ഈ അവസരത്തിൽ ബുദ്ധിമാൻ എന്ന് നമ്മൾ ആലോചിക്കുക. അതുപോലെ ഒരു ദിവസത്തിലേക്കും ഒരു മാസത്തിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ മാസത്തിൽ പരമാവധി നന്മകൾ ശേഖരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, ഫർളുകളിൽ കണിശത കാണിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, മിനിറ്റുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ കഴിഞ്ഞു പോകുമ്പോഴേക്കും നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കുന്ന, അങ്ങനെ അനുഗ്രഹിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ധാരാളം മനുഷ്യർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ തുടങ്ങി ധാരാളം മനുഷ്യർ ഇന്ന് ഖബറിലാണ്. അള്ളാഹുടെ ഖബറുകൾ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദീനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ അസാത്തിനാ മിനൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.